തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് തീയിട്ടതാണോ എന്ന് പരിശോധിക്കും. ഫോറൻസിക് സംഘം കെട്ടിടത്തിൽ വിശദമായ പരിശോധന നടത്തും. വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടത്തൊരു തീപിടുത്തം ഉണ്ടാവുന്നത് അസ്വാഭാവികമാണ് എന്നൊരു നിഗമനം തന്നെയാണോ പോലീസിനുള്ളത്? ശ്രീജ, കാട്ടാക്കട പോക്സോ കോടതി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് ഒരു കഴിഞ്ഞ 2022 മുതൽ ഇവിടെ ഈ 2022 ഡിസംബർ മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന കോടതിയാണത് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കോടതിയുടെ ഇന്നലെ തീപിടുത്തമുണ്ടായ തൊണ്ടി മുതലടക്കം സൂക്ഷിക്കുന്ന ഓഫീസ് മുറിയാണ്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ തൊട്ടടുത്താണ് കോർട്ട് ഹാളൊക്കെ ഉള്ളത്. പക്ഷെ ആ ഭാഗത്തേക്ക് തീ പടർന്നില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ്, അതായത് ഈ കമ്പ്യൂട്ടർ വച്ചിരിക്കുന്ന മുറിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ ഫയലുകളും മറ്റും കോടതിയിലെ കേസ് ഫയലുകളും മറ്റും സൂക്ഷിക്കുന്ന തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിൽ മാത്രമാണ് തീപിടുത്തം. ഈ ഗ്ലാസ് ഒക്കെ ഇപ്പൊ പൊട്ടിയത് കാണുന്നതിലെ തീ പിടുത്തത്തിന് ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് ഗ്ലാസ് പൊട്ടിച്ചതാണ്. ഈ ഒരു കെട്ടിടം നമുക്ക് കണ്ടാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം. അവിടെയാണ് കോടതിയും പ്രവർത്തിക്കുന്നത്. അതിൽ ഈ ഒരു കെട്ടിടത്തിൽ ഈ ഒരു മുറിയിൽ മാത്രം തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോൾ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് പൂർണ്ണമായും പോലീസ് അതൊരു അസ്വാഭാവിക സംഭവമെന്ന് വിലയിരുത്തില്ല. ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയാണോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പക്ഷെ അത്ര പഴക്കമുള്ള ഒരു കെട്ടിടമല്ല, താരതമ്യേന പുതിയ കെട്ടിടമാണ്. അവിടെ അത്തരം ഒരു ഷോർട്ട് സർക്യൂട്ടോ ഇലക്ട്രിക് ഫെയിലിയറോ ഒക്കെ ഉണ്ടായ കാര്യത്തിൽ എങ്ങനെയെന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് ഫോറൻസിക് സംഘം 10 മണിയോടുകൂടി ഇവിടെ എത്തും. റൂറൽ SP അധികം വൈകാതെ ഇവിടേക്ക് എത്തും. ഡിവൈഎസ്പി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പ്രാഥമിക വിശകലനം നടത്തിയെങ്കിൽ പോലും ഫോറൻസിക് സംഘത്തിന്റെയും മറ്റും പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇവിടേക്കുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അട്ടിമറി സാധ്യതയും പോലീസ് സംശയിക്കുന്നത് ആ സാഹചര്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കെട്ടിടത്തിന്റെ ഉടമ ജയേന്ദ്രൻ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിന്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പോക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്തു പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. ഈ വേറെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാം എത്ര മണിക്ക് സാധനം അടയ്ക്കുന്നതാണ്? കോടതി 5 മണിയോട് കൂടി അടച്ചാണ് അല്ലേ? 5 മണിക്കാണ് സാധനം അടയ്ക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളെല്ലാം 5 മണിയോട് കൂടി? ഇല്ലില്ല, മറ്റ് വേറെ ഓഫീസ് എല്ലാം 5 മണിക്ക് അടയ്ക്കും. ബാക്കി ഈ വൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് അവര് 8-9 മണിയാകുമ്പോൾ. സ്ഥാപനമുണ്ട് ഈ ഒരു ബിൽഡിംഗില്? സ്ഥാപനം 1, 2, 5, 6 സ്ഥാപനമുണ്ട്. സാധാരണ പുതിയ കെട്ടിടമല്ലേ? എത്ര വർഷമായ കെട്ടിടം? 7 വർഷം. 7 വർഷമായ കെട്ടിടം. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ മറ്റു പ്രശ്നമൊന്നും വേറെ ഉണ്ടായിട്ട് ഇല്ല? വേറെ ഒരിടത്തുണ്ടായില്ല. വേറെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇല്ല. അതിൽ ഈ ഒരു റൂമറി മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് അല്ലേ? അതെ. അല്ല, അതിനകത്താണ് ഇപ്പോ പറയുന്നത് ഈ മൊബൈൽ ഫോൺ, തൊണ്ടി മുതലായിട്ടുള്ള മൊബൈൽ ഫോണൊക്കെ വെക്കുന്ന അവിടെയാണ് ഇപ്പൊ ബെഞ്ച് ക്ലാർക്ക് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് എക്സ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്നുള്ള ഫോറൻസിക് വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ശ്രീജ. ഇതിന് മുകളിലേക്കാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിന്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാൻ. അതിന്റെ ആദ്യ നിലയിൽ കോടതി മുറി, തൊട്ട് മുകളിലത്തെ നിലയിൽ ഏതാണ്ട് 3-ാം നിലയിലാണ് ഈ പോക്സോ കോടതിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന തൊണ്ടിമുതലും മറ്റും സൂക്ഷിക്കുന്ന മുറിയൊക്കെ ഉള്ളത് അവിടെയാണ്. ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ CCTV ഒക്കെ ഉള്ളതാണ്. ആരെങ്കിലും കയറി പോയിട്ടുണ്ട് കാര്യത്തിൽ പോലീസ് പരിശോധിക്കും. ഏതായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ തൊണ്ടിമുതല സൂക്ഷിക്കുന്ന ഫോൺ മറ്റും പൊട്ടിത്തെറിച്ചാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വിരളമെന്നാണ് പറഞ്ഞത്. കാരണം മറ്റു കെട്ടിടങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. ഈ തീ തന്നെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പടർന്നതും ഇത്തരമൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഫോറൻസിക് സംഘം 10 മണിയോടുകൂടി എത്തും. അല്പസമയത്തേക്ക് SP നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന നടത്തും. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള തീ ഇടാനുള്ള എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തീ എന്തെങ്കിലും ഇന്ധനം ഒഴിച്ച് തീ കത്തിച്ചതാണോ, കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്ന വസ്തു കൊണ്ടുവച്ച് അങ്ങനെ ഉണ്ടാക്കിയൊരു തീപിടുത്തമാണോ, ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. അത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം പുറത്തു വരികയുള്ളൂ. അതിന് പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. ഇതൊരു അസ്വാഭാവിക സംഭവമാണോ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാക്കിയതാണോ എന്ന കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. അതിന്റെ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ 10 മണിയോടുകൂടി ഇവിടെ എത്തും. ഈ ഒരു കെട്ടിടത്തിന്റെ
സുരക്ഷ ഇപ്പോൾ അങ്ങനെ ഒരു പോക്സോ കോടതിയുമായി ബന്ധപ്പെട്ട് തൊണ്ടി സൂക്ഷിക്കുന്ന സ്ഥലം അവിടെ അങ്ങനെ സുരക്ഷയോ ഏതെങ്കിലും തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ലേ അരുൺ? അതല്ല, ഈ കോടതിയിൽ വേറെ സുരക്ഷാ ജീവനക്കാരോ അങ്ങനെയൊന്നുമില്ല? രാത്രി സെക്യൂരിറ്റി ഇല്ല, സുരക്ഷാ ജീവനക്കാർ രാത്രിയില്ല. ഇല്ല. അപ്പൊ ഈ ബിൽഡിംഗ് പൂട്ടി പോയാൽ അത്രേ ഉള്ളൂ, അല്ല ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നുണ്ട് വേറെ സുരക്ഷയൊന്നും ഇല്ല. അല്ല, അത് ഉള്ള സുരക്ഷിതമാണ്. കാരണം ഷട്ടറിട്ടാണ് പിന്നെ പൂട്ടുന്നത്. ഷട്ടറിട്ട് പൂട്ടിയാൽ പിന്നെ അതിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല, നടക്കില്ല. അതാണ് ശ്രീജ. ഏതായാലും മറ്റു സുരക്ഷയൊന്നുമില്ല പോലീസിന്റെ. സാധാരണ കോടതികൾ അത്തരമൊരു പൊതുവിലൊരു സുരക്ഷയൊന്നും കോടതികൾക്ക് അപ്പുറത്തേക്ക് ഓരോ കോടതിക്കും ആ ഒരു സുരക്ഷ നൽകുന്ന പതിവുമില്ല. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയാണ് എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായും അവിടെ ഈ കെട്ടിടത്തിന്റെ സാധാരണ ഒരു ഓഫീസ് കെട്ടിടം പൂട്ടുന്നത് പോലെ പൂട്ടിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഈ കോടതിയിലും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഏതായാലും ഏത് തരത്തിലാണ് CCTV ഒക്കെ ഈ ഭാഗത്തൊക്കെ കയറിപ്പോകുന്ന വഴിക്കൊക്കെ CCTV അത്ര ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചോ പോലീസ് ആദ്യം? ഇല്ല, ഇന്നേ പരിശോധിക്കണം. പരിശോധനയ്ക്ക് ഇനി ജഡ്ജി വന്നതിന് ശേഷമേ ബാക്കി അന്വേഷണത്തിന്റെ ഭാഗം തുടങ്ങും. അതാണ്, ജില്ലാ ജഡ്ജിയാണ് പോക്സോ കോടതിയുടെ ജഡ്ജി. അപ്പൊ അദ്ദേഹം വന്ന ശേഷം മാത്രമേ മറ്റു പരിശോധനയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുതന്നെയാണ് ആ ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ്. കാരണം കോടതിയിലെ തീപിടുത്തമാണ്, തൊണ്ടി മുതൽ സൂക്ഷിച്ച മുറി കൂടിയാകുമ്പോൾ ആ രീതിയിലുള്ള കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. അതുകൊണ്ട് ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വന്ന ശേഷമാകും ഒരുപക്ഷെ അത്തരം പരിശോധനയിലേക്ക് കടക്കുക. CCTV അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ ആരെങ്കിലും അനധികൃതമായി ഇവിടെ കടന്നിട്ട് കയറിയിട്ടുണ്ടെങ്കിലും വാതിലൂടെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും അത് ഈ CCTV ദൃശ്യങ്ങൾ പതിയും. അത്തരം പരിശോധനകളും ഉണ്ടാകും. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും 10 മണിയോടുകൂടി ആരംഭിക്കുക. ഏതായാലും അല്പസമയത്തിനൊക്കെ റൂറൽ SP ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാക്കടയിലെ പോക്സോ കോടതിയിൽ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ഈ തീ എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? അവിടെ സൂക്ഷിച്ചിരുന്ന വല്ല വസ്തുക്കളിൽ നിന്നുണ്ടായതാണോ, അതല്ല മറ്റ് പുറത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെയാണ് സംശയമുള്ളത്. കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിലായിരിക്കും അറിയാൻ കഴിയുക. ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടക്കും. അരുണാണ് കാട്ടാക്കടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.